പ്ലീസ് തള്ളല്ലേ തള്ളല്ലേ പ്ലീസ് എന്റെ ലഗേജ് ഒന്ന് എടുത്തോട്ടെ. അല്ല അങ്ങോട്ട് ബാലൻസ് ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. അല്ല അതല്ല അല്ല വേറെ ഇല്ലേ തെരുവിടെ ഒന്ന് സമാനം. എനിക്ക് സാർ എനിക്ക് ബാലൻസ് ഇടാണ്ട് എനിക്കുണ്ട്. അയ്യോ ബാലൻസ് തരാണ്ടോ? 50 രൂപ 3 മാറി എടുത്തോ. 20 രൂപ പെൺകുട്ടി കൊടു. 20 50 കടന്നോർ കൊടു. 3 മാറി എടുത്തോളൂ. 50 രൂപ ആവത്തില്ലയോ? അയ്യോ തന്നാലും കുഴപ്പമില്ല. കൊണ്ടുപോകണം. സമയം ഞാൻ മാറിക്കൊണ്ടിരാണ്. പേടിക്കണ്ടെന്നേ. അല്ല അതുകൊണ്ടല്ല വേറെ അയാൾ മാറിക്കൊണ്ടു എന്ന് പറഞ്ഞ അയാൾ മാറിക്കൊണ്ടു ഞാൻ എങ്ങനെ വരും? അയാളുടെ പേരെന്തുവാ? പോയി തിരക്കടോ. ചില്ലറ വാങ്ങാനെന്നും പറഞ്ഞു പോയ യാത്രക്കാരനെ തിരക്കി അദ്ദേഹത്തിന്റെ സുഹൃത്ത് വന്ന ബസ്സിനരികിൽ തന്നെ കാത്തു നിൽക്കുന്നു. ഒരു പെൺകുട്ടി ഇവിടെ ഇങ്ങനെ എത്ര സമയം വെയിറ്റ് ചെയ്യാ? അല്ല ഞാനും നിങ്ങളോട് ഇവിടെ വെയിറ്റ്. എനിക്കതറിയേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കാശ് വേണം. അയാൾ കാശ് കൊണ്ടുവരാൻ ഞാൻ ഇവിടെ തരാനാ? എനിക്ക് ഇപ്പൊ എന്റെ കാശ് വേണം. എന്ന് പറഞ്ഞാൽ താൻ കാശ് തന്നില്ലെങ്കിലേ തന്റെ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തോണ്ട് പോകും. അയ്യോ അല്ല കുഴപ്പമില്ല, അതങ്ങ് വീട്ടിൽ എത്തിച്ചാ മതി. എന്തൊരു മനുഷ്യനാ യൂസ്ലെസ്. എന്റെ ദൈവമേ, ഇന്നാദ്യം ഞാൻ കണി കണ്ടത്. താമസം മാറി വരികയായിരിക്കും അല്ലേ? അല്ല എങ്കിൽ പിന്നെ വല്ല കച്ചവടത്തിനുമായിരിക്കും ഇത്രയും സാധനങ്ങള്. അതെ കച്ചവടത്തിന് തന്നെ. തനിക്ക് വല്ല വാങ്ങണമെന്നുണ്ടോ? വേണ്ട, വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ഒരു കണ്ടോ പിടിക്കായിരുന്നു പണി. എന്തോ? അല്ല ശരിക്കും പിടിച്ചിരുന്നോളാം പറഞ്ഞ. ഓ ശരിക്കും തന്നെ പിടിച്ചിരിക്കുന്നത്. എവിടെ പിടിച്ചാലെന്താ? സെപ്റ്റിക് ആവാതിരുന്ന എന്റെ ഭാഗ്യം. ബസ്സിനകത്ത് അങ്ങനെ, ഇതിനകത്ത് ഇങ്ങനെ. എന്റെ വണ്ടി നിർത്തോ? നിർത്തുവേ. എങ്ക വണ്ടി? തന്റെ വണ്ടിയാ? ഇത് എന്റെ വണ്ടിയാണ്. അതല്ല നിർത്തോ. അപ്പാ 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 അപ്പോ എന്റെ അമ്മ അപ്പാ നിനക്കെന്താ കണ്ണ് കാണാൻ പാടില്ലേ? അപ്പന്റെ മേലെ ചവിട്ടി കയറി നിന്നിട്ടാ അപ്പ അപ്പാന്ന് വിളിക്കാ. അപ്പൊ റോഡിൽ കിടക്കാൻ ആരറിഞ്ഞു? അപ്പം ബസ് സ്റ്റാൻഡിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നീ എന്തിനാ ആവശ്യമില്ലാണ്ട് ഓരോന്ന് പ്രതീക്ഷിക്കാൻ പോയത്? നിന്നെ കൊണ്ടുവരാൻ ഞാൻ കാറുമായിട്ട് അങ്ങോട്ട് വരുമായിരുന്നു. പിന്നെന്തിനാ അപ്പ എന്റെ അടി കയറി കിടന്നേ? സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ. നീ ആ സാധനങ്ങൾ എടുത്തതിനകത്ത് കിടാ. അമ്മയും ശരിയാ, മക്കളും ശരിയാ, അപ്പനും ശരിയാ. പാട്ടിക്കൊക്കെ സുഖം തന്നെയല്ലേ? അതെ. സുഭദ്രയുടെ പഠിപ്പെല്ലാം മുടിഞ്ഞാച്ചാ? മുടിഞ്ഞാച്ചേ. എമ്മേ ഫസ്റ്റ് ക്ലാസ്. അവര് വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ലോ. വണ്ടി സ്മൂത്ത് ആയിട്ട് പോട്ടെ. എന്നാ ചപ്പാ? നീ എവിടെങ്കിലും കയറി ചവിട്ടിയോ? ഇല്ല. പിന്നെ വണ്ടി നിൽക്കാൻ വഴിയില്ലല്ലോ. നീ ആ ടൂൾസ് ഒക്കെ എടുത്തേ, ഞാൻ ഒന്ന് പണിത് നോക്കട്ടെ. ഡോർ തുറക്കണം, സൂക്ഷിച്ച് തുറക്കട്ടാ. ആടോ നീ കുളിക്കാൻ പോവാ. തല മാറ്റി പിടിക്കണം മോനെ. யார் வந்திருக்கு? அனந்தனா? டேய் பாடா கண்ணாவா. அம்மா கடவுளே, ஏண்டா நீ ரொம்ப இளைச்சு போயிடுச்சே? ஏன் இவ்வளவு லேட் ஆயிடுச்சு? காலையில இருந்து நீ வரும்னு பாத்துக்கிட்டே இருக்கு. அங்க எல்லாருக்கும் சௌக்கியமா? சௌக்கியம் இருக்கு. சுபத்ரா பாஸ் ஆயிட்டாளா? அவர் ஃபர்ஸ்ட் கிளாஸ் பாஸ் ஆயிடுச்சு. அடடே. டேய் விஜயலட்சுமி, முதல்ல குளிச்சிட்டு டிஃபன் சாப்பிடு. வேணாம் வேணாம் வேணாம், முதல்ல டிஃபன் அப்புறம் தான் குளி. என்னடி இது தாவணிலாம் போட்டு பெரிய பொம்பளை போல ஆயிடுச்சு. அப்பா எங்க? அப்பாவா? அவர் ரோட்ல கார் கிட்ட பேசிட்டு இருக்கு. ஆமா கணபதி எங்க? பாதி யார் வந்திருக்குன்னு பாருடா. அண்ணா என்ன சௌக்கியமா? டேய் நான் அந்த வீட்டுக்கு இருந்து போகும்போது நீ சாப்பிட்டு இருந்த, 5 வருஷம் கழிஞ்சு இந்த வீட்டுக்கு வரும்போது நீ சாப்பிட்டு இருக்கா? உனக்கு வேற வேலை இல்லையா? பாவம் சின்ன குழந்தை தானே, சாப்பிடட்டும். கண்ணா சாப்பிடு. சாப்பிடு சாப்பிடு. யார் அது? என்ன வேணும்? എനിക്ക് പോണം. പൊയ്ക്കോ. അല്ല പൈസ. പൈസവാ? என்ன പൈസ? റിക്ഷയുടെ പൈസ. ഓ അതുവാ. ഡേ അനന്താ, റിക്ഷ വണ്ടിക്ക് പൈസ വിടറാ. എത്രയായി? ഇപ്പൊ 8 രൂപ വന്നാ മതി. അപ്പോ ബാക്കി ഇനി തവണകളായിട്ട് തരണോ? കുറച്ചു മുമ്പല്ലേ തനിക്ക് 5 രൂപ വന്നത്? അത് അപ്പോഴല്ലേ, ഇത് രണ്ടാമത്തെ ട്രിപ്പ് അല്ലേ, 8 രൂപ വേണം.
കൽപ്പാത്തി രഥോത്സവത്തിന് പാട്ടി വാങ്ങിച്ചതാ നിനക്ക് തരാൻ. നല്ല വീട്. അപ്പാക്ക് ഇത് എപ്പടി കിടച്ചത്? அப்பா അവിടെ ഒരു ഫ്രണ്ട് നോക്കി എടുത്ത് കൊടുത്തതാക്കുമടാ. அப்படியா? ട്രാൻസ്ഫർ ആയി ഒരു വാരത്തുക്കുള്ള വീട് കിടച്ചാச்சு. എന്താ പ്രോബ്ലം കിടയാ? അയ്യടാ നല്ല വീട്. ഒന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോലും സ്ഥലമില്ല. ഓ ഇയാളൊരു ഗവാസ്കറാ. ஏய் குழந்தைக்கு கொஞ்சம் தண்ணி எடுத்து கொட்றீ. மெதுவா சாப்பிடப்பா கண்ணா. இன்னைக்கு ரொம்ப டயர்டுமா, நான் தூங்க போறேன். காலையில 9 மணி வரைக்கும் ராகு. அதுக்கப்புறம் கோவில்ல போய் கடவுளை கும்பிட்டுட்டு போனோம். ഞാൻ കാറിൽ ഉണ്ടാക്കാം. എന്താ അതൊക്കെ എന്നാ പ്രോബ്ലം? அதுதான் ப்ராப்ளம். அந்த கார்ல? ஆமா. அதுதான் ப்ராப்ளம். ஈஸ்வர രക്ഷിക്കണേ. ദേവി മാമായി. കുടിക്കുന്നതില്ലേണ്ടാണ് മോളെ ഒരു തെറ്റ്. എന്താ മമ്മി ഇത്? ഞാൻ കുടിക്കും. ഞാനിപ്പോ അടിച്ച് ഫിറ്റാണ്. It's not a crime. എനിക്ക് നിന്റെ ഡാഡിയോട് വാക്ക് പാലിക്കണം. എന്ത് വാക്ക്? Yes. I have to keep my word. വാക്കൊക്കെ പാലിക്കാം. മമ്മി എണീക്കണം. No. ഫ്രാങ്കിക്ക് എന്താ ഒരു കുഴപ്പം? He's a nice boy. ഒരു കുഴപ്പമില്ല. No, he's a nice boy. മമ്മിക്ക് എന്തറിയാം? ഇന്നും അയാൾ എന്നെ വിളിച്ചിരുന്നു. കുടിച്ച് ലക്ക് കേട്ട്. വേണ്ട മോളെ, ഞാൻ ഇവിടെ കിടന്നോളാം. പ്ലീസ്. വേണ്ട, അകത്തൊന്ന് കിടന്നാ മതി. Leave me alone. No. പതുക്കെ. I want to sleep. No, leave me alone. ഇരിക്കും. മമ്മി ഇത് കഴിക്കും. അണ്ണാ. വേണ്ട. അതിപ്പോ തീരും. അതാരാ? മേഴ്സിയാന്റിയാ. കുടിച്ചു പൂസായ പിന്നെ അമ്മയും മോളും എന്നും വഴക്കാ. ആന്റി ചെടിയുന്നത് വരെയുള്ളൂ ഈ ബഹളം. മോള് പോയി കിടന്നുറങ്ങിക്കോ. No, I said I don't want. അയ്യോ അയ്യോ അമ്മേ അമ്മേ അയ്യോ. ഹലോ. മോളിലെ ആരാ? ഓ മേലെയാ, എന്റെ മകനാ അനന്തൻ. ആരായാലും ശരി, ഈ കോളനിയിൽ ഇത് ആദ്യത്തെ അനുഭവം. ഒരു പെണ്ണ് എന്തെങ്കിലും ചെയ്യുന്നിടത്ത് ഓരോന്ന് വലിച്ചെറിയ, പൊളിഞ്ഞു നോക്കുക. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? വാട്ട് ഈസ് ദി പ്രോബ്ലം? എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല, പറ്റും. പറ്റുന്ന എന്ത് പറ്റുന്ന? നീങ്ക അവനെ കൊഞ്ചം കൂപ്പിടണ. ആനന്ദോ என்னப்பா? വാ. டேய், பக்கத்து வீட்டுல எத்தி பாக்குற பழக்கம் எப்போதுல இருந்து ஆரம்பிச்சாச்சுடா? சொல்ல. എന്തോ സംഭവം? എന്റെ അമ്മേ. അണ്ണൻ എന്ത് പണിയായി കാണിച്ചത്? അല്ല അത് പിന്നെ ഞാൻ പിന്നെ ഈ മോളില് പല്ലി വെച്ചോണ്ടിരുന്നപ്പം എറിഞ്ഞില്ല. എറിയാനായിട്ട് പിന്നെ ഒന്നും അറിയാതെ ഇങ്ങനെ കിടന്നുറങ്ങിയാലോ? സമയം എത്രയെന്ന വിചാരം? ഓഫീസിൽ പോണ്ടേ? വാച്ച് കിട്ടാൻ മറന്നു. അതുമല്ല പിന്നെ ഞാനേ അപ്പോ എന്നെ അന്വേഷിച്ച് ആരും വന്നില്ലേ? ആരെങ്കിലും വരുമെന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. സ്വപ്നം ഞാന് പിന്നെ ഈ ഉറക്കത്തില് അല്ല. അണ്ണനക്ക് എന്നാ അടിച്ച്? കാപ്പ് കുടിക്കാൻ വേമ്പ. അയ്യോ അമ്മേ, ഒരു 5 ഇഡലിയും കൂടെ മതി. കണ്ണാ, അതാ എടുത്തിട്ട് വരേണ്ട. ഗണപതി, ഇതൊന്ന് അവസാനിപ്പിക്ക്. സ്കൂളിലേക്ക് കെട്ടിയിരിക്കുന്ന സമയമായില്ലേ?
അപ്പ സമയമായി. അതിന് ഈ ഗണപതി ഭഗവാനൊന്ന് എഴുന്നള്ളി കിട്ടണ്ടേ? മതി മതി തിന്നത് മതി. എനിക്ക് എനിക്ക് ഇങ്ങനെയുണ്ട് വീട്ടിൽ പിശാച്. பாவம் குழந்தை எழுந்திருச்சாச்சா? இதோட சாப்பிட்டுட்டு போடா. அவன் பசி அடங்கி இருக்காதண்ணா. ഈ ജന്മം അവന്റെ വിശപ്പ് മാറില്ല. നിന്നെയും എന്നെയും കൂടി ഒരുമിച്ച് പുഴുങ്ങി തിന്നാലേ അവന്റെ വിശപ്പ് മാറും. അമ്മ അപ്പാ എന്താ? എനിക്ക് കണ്ണ് കാണുന്നില്ല. ஐயோ என்னடா ஆச்சு? അപ്പാ கடவுளே, அப்பா. ஏண்டா உனக்கு கண்ணு தெரியலையா? അമ്മ അയ്യോ എനിക്ക് കണ്ണ് കാണുന്നില്ല അമ്മ. என்னங்க உங்களுக்கு கண்ணு தெரியலையா? எனக்கு கடவுளே, கண்ணு இந்த பால் சாப்பிட்டதுக்கு அப்புறம் தானே இந்த மாதிரி ஆயிடுச்சு. അമ്മ ഒരുമാതിരി ബീഡിപ്പോക. ബീഡിപ്പുകയാണോ സിഗരറ്റ് പുകയാണോ എന്ന് തെരിയല്ലേ. എന്നെ ഒരു മാതിരി പുക മാതിരി ഇരിക്കും സുപ്പമ്മ. நான் உங்க சுப்பம்மா, அது கூட தெரியலையா கடவுளே? ஐயோ நான் என்ன பண்ணுவேன்? ഇത് ഞാനപ്പ വിജയലക്ഷ്മി. ஐயோ கடவுளே. സുപ്പമ്മ പിന്നെ എവിടെ? ஏண்டி அப்பாவுக்கும் தம்பிக்கு கண்ணு தெரியலன்னு சொல்லும் போது எனக்கு சிரிப்பா வருது. ഹായ് എനിക്കിപ്പോ ശരിയായി. ശരിയായിച്ചാ? എനിക്ക് ശരിയായി. അവനവന്റെ സാധനങ്ങൾ സൂക്ഷിക്കാൻ പഠിച്ചില്ലെങ്കിലേ ഇത് എങ്ങനെ ഇരിക്കും? പന്നിക്കിടി ശരിയാ മരിച്ചതാര്? போயிட்டு வாங்க சாயந்தரம் உங்களுக்கு நான் வச்சிருக்கு வாங்க. നല്ല സ്മൂത്താ വണ്ടി. എന്താ ഗണപതി വിളിച്ചോ? അയ്യോ അപ്പാ വണ്ടി കൊഞ്ചം നിർത്തങ്ക. എന്താ എന്താ ഇങ്ങനെ പോക? ഇതുണ്ടായിരുന്നില്ല. അയ്യോ ഇതെന്താ ഈ പോക? ഞങ്ങൾ നടന്നു പോയിക്കോളാം. വാട്ട് ഈസ് ദി പ്രോബ്ലം? இந்த கார் தான் ப்ராப்ளம். മോനെ ഒന്ന് കൈവച്ചേ. ഈ നിലയ്ക്ക് പോയാ ഞാൻ കൈവയ്ക്കും. എന്റെ ഈശ്വര. விக்னேஸ்வரா கடவுளே. ചേച്ചി ചേച്ചി എന്താ? ചേച്ചി ദേ ഒരു കള്ളൻ അന്ന് ജനലിൽ കൂടെ നമ്മുടെ സാരി കെട്ടാനായിരിക്കും. വാട്ട് ഈസ് ദി പ്രോബ്ലം? ഏയ് ഒന്നുമില്ല, വണ്ടി മൂവ് ആവുന്നില്ല. ഇതാ വരുന്നു. സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, ഞങ്ങൾ ശരിയാക്കളാം. ചിലപ്പോ ഗിയർ കേബിളിന്റെ പ്രശ്നമായിരിക്കും. ഗിയർ കേബിളിന്റെ ഇതോ? അതല്ല, അതിന്റെ അപ്പുറത്ത്. ഓ, എന്താ പേര്? ബുള്ളറ്റ്. എന്റെ ബുള്ളറ്റ് ഒന്ന് മാറിയെന്നേ. അല്ല, അവന്റെ പേര് ബുള്ളറ്റ് എന്നല്ല, കിഷോറെന്നാ. കിഷോറിനാ? ശരി, ഒന്ന് മാറിയെന്ന്. എന്താ ഓടി വന്ന വണ്ടിയില്ല, പിന്നെ എന്താ ശരിയായില്ല. വിട്ടോ 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 വിട്ടോ, ഞാൻ ശരിയാക്കി തരാം. ഇതിനൊക്കെ ഞാൻ ശരിയാക്കി തരാം. ബുള്ളറ്റ് അല്ലേ? എന്താ ചൂടുണ്ട് ട്ടാ, ചൂടുണ്ട്. ഞാൻ ഓരോന്ന് തരാം. എന്താ നോക്കുന്നത്? അല്ല, അവിടെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊളുത്തിട്ടിട്ട് അതിന്റെ കൊളുത്തിട്ട് അങ്ങനെ അടിയിൽ കിടന്നിട്ട് ഇങ്ങനെ സുഖമായിട്ട് പണിയാലോ. ഒരു ജാക്കി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നല്ലൊരു കളി കളിക്കായിരുന്നു. ഡയമണ്ട് ജാക്കി വേണോ സ്പീഡ് ജാക്കി വേണോ? ഞാൻ നിന്നോട് പറഞ്ഞില്ല. എന്താ ആശാനെ, സംഗതി ചെലവായോ? ഞാൻ ആശാനല്ല, ബ്രാഹ്മണനാ. ബ്രോ ബ്രാഹ്മണ, തന്നോട് ആരാ പറഞ്ഞു ശൂദ്രന്റെ പണി ചെയ്യാൻ? ഞാനിത് അയച്ചിടുമ്പോ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. ഓ, സത്യത്തിൽ ഇതിന് എന്താ പറ്റിയേ? വക്കീലിനോടും മെക്കാനിക്കിനോടും സത്യം പറയാവൂ. സത്യം പറ, എന്താ ഉണ്ടായേ? തന്നെ ഇത് തൊടിച്ചത് ഏറ്റവും വലിയ പ്രശ്നം. ഓഹോ, അങ്ങനെയായ. നമുക്ക് ശരിയാക്കിയെടുത്തോളം മതി. മതിയോ? ഞാൻ പോട്ടെട്ടാ. ഇവിടുത്തെ കാലിലോട്ട് കയറ്റി. കേറ്റിനോണ്ട് വിരോധം ഉണ്ടായിട്ടല്ല. ഞാനിപ്പോ ഓഫീസിൽ പോവല്ലേ, മടങ്ങി വരുമ്പോ ഈ സാധനങ്ങളും കയറ്റാം, നിങ്ങളെയും കയറ്റാം. പോരെ? ആസൂത്രം വേണ്ട, താനല്ലേ ഈ പണിയെല്ലാം ചെയ്തത്. ഇതിപ്പോ വേലി കിടന്ന പാമ്പിനെടുത്ത് ഒരുമാതിരി മുഴുവൻ പറഞ്ഞേ പറയാ. മുഴുവൻ ഇപ്പൊ പറയണില്ല, ബാക്കി നിനക്കറിയാലോ. ആ പെട്രോൾ ടാങ്ക് എടുത്തേ.
ഇതിൽ പെട്രോൾ ഉണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. ഈശ്വര, ഇതിൽ പെട്രോൾ ഇല്ല. പിന്നെ എങ്ങനെ സ്റ്റാർട്ട് ആവുക? എന്നാ പിന്നെ നേരത്തെ പറഞ്ഞോ. പുതിയ കാര്യമാണല്ലേ. ഗുഡ് മോർണിംഗ് സാർ. എന്ത് പറ്റി സാർ? എന്താ സാർ പറ്റിയത്? ഒന്നും പറ്റിയില്ല. എന്താ വല്ലതും പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? അല്ല, കരി ഓഫീസ് സമയത്താണല്ലോ ശൃംഗാരം തെണ്ടി. 3-4 കുട്ടികളായില്ലോ എനിക്ക്. വൃത്തികെട്ടവനെ. സഹൃദയരെ, കലാകൈരളിക്ക് മുമ്പിൽ താനൂർ താഹ അവതരിപ്പിക്കുന്ന ഷീലെ നീ കരയരുത്. ഞാൻ കഥയിലേക്ക് കിടക്കുകയാണ്. അതാ അങ്ങോട്ട് നോക്കൂ. എങ്ങോട്ട്? തന്നോടല്ല അടുത്ത ഓഡിയൻസിനോടാണ്. അതാ അങ്ങോട്ട് നോക്കൂ. മന്ദാരം കുന്നിലെ പാമരച്ചോട്ടിയിലെ, മന്ദാരം കുന്നിലെ പാമരച്ചോട്ടിയിലെ മഞ്ഞക്കാമല പോലെയുള്ള ഒരു കൊച്ചു ഗ്രാമം. ആ കൊച്ചു ഗ്രാമത്തിലൂടെ ഒരു ചെറുപ്പക്കാരനായ യുവ കോമളൻ മന്ദം മന്ദം നടന്നു വരികയാകും. വഴിയോരത്തെ കൊച്ചു കുടിലിനു മുമ്പിൽ അയാൾ നിന്നു. സാമസുന്ദരമായ കുടിൽ. മുറ്റത്താരുമില്ല, ശൂന്യം. അയാൾ ജനലിനുള്ളിൽ മെല്ലെ മെല്ലെ ഒളിച്ചു നോക്കി. അതാ അയാൾ വരുന്നു. മന്ദം മുന്നോട്ട് 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 വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഒരടി മുമ്പോട്ട് വെക്കരുത്. എന്തും സംഭവിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ സമയമാണ്. ക്രിട്ടിക്കൽ ടൈം. ചുറ്റും ശത്രുക്കളാണ്. പേടിക്കണ്ട. മുകളിലിരിക്കുന്നവന്റെ കൃപ നിങ്ങൾക്കുണ്ട്. ഗോഡ് ഈസ് ദേർ. ശുദ്ധ ജാതകമാണ്. സോ യു ഡോണ്ട് വറി. ഇത് എന്തെങ്കിലും വറി ഉണ്ടെങ്കിൽ തന്നെ ഞാനിവിടെ ഇരിപ്പില്ലേ? ജാതക കൃഷ്ണ. പുതിയതായി വന്ന ആയുർവേദ ഡോക്ടർ ചെറുപ്പക്കാരനാണെന്ന് കമ്പൗണ്ടർ പറഞ്ഞു. പക്ഷേ ഇത്ര സുന്ദരനാണെന്ന് ഞാൻ കരുതിയില്ല. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഞാൻ നമ്മുടെ പുതിയതായി വന്ന ഡോക്ടർ എന്ന് പരിചയപ്പെടാൻ വന്നതാ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കണ്ട. വരട്ടെ. ആ കൃഷ്ണ, വാടക കൃത്യമായി കൊണ്ടു തരണം. വരട്ടെ. ഒന്ന് പരിചയപ്പെടാൻ വന്നാ. ഇരിക്കൂ. ഐ എം ജാതക് കൃഷ്ണ. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ഹോറോസ്കോപ്പ്. അപ്പുറത്താ. ഞാൻ കണ്ടു. എന്നെയോ? അല്ല, ബോർഡ്. എന്റെ പേര് അനന്തൻ. ഇവിടെ എവിടാ താമസം? ഓഫീസേഴ്സ് കോളനിയില, 2nd സ്ട്രീറ്റ്, 7A. അറിയൂ, എനിക്ക് ഓഫീസേഴ്സ് കോളനി നല്ല നിശ്ചയമില്ല. ഇന്നാരും പഠിപ്പിക്കണ്ട. വേണ്ടി വന്നാൽ താഹ ഒറ്റക്ക് പാടും, പറയും ചെയ്യും. ഇത് താനൂർ താഹയാണ് പറഞ്ഞത് മനസ്സിലാക്കണം കേട്ടോ. എന്ത് മനസ്സിലാക്കി നിങ്ങള്? ഇന്നാരും പഠിപ്പിക്കാൻ നോക്കണ്ട. എന്താണോ താഹയുടെ ഒരു ബഹളം? അല്ല, എനിക്ക് താളല്ല, നിന്റെ പക്കമേളക്കാരെ. ഇന്നെന്റെ ഉമ്മ വെറ്റത് എന്നെ ഒരു താളത്തിലാണ്. ആദ്യ താളം. ഇതാണ് സുപ്രസിദ്ധ ഗാഥകൻ താനൂർ താഹ. അഭിവാദനങ്ങൾ. ഡോക്ടർ സാർ വന്നു എന്നുള്ളവരും കമൗണ്ടർ പറഞ്ഞു. നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇതെന്ത് സന്തോഷാണ്? സന്തോഷിക്കാൻ കിടക്കണതല്ലേ ഉള്ളൂ. സത്യത്തിൽ ഡോക്ടറുടെ ജീവിതത്തിലെ ഒരു ചേഞ്ചിന്റെ സമയമാണിപ്പോ. എന്ത് ചേഞ്ച്? ഇതങ്ങനെ ചുമ്മാ പറയേണ്ട കാര്യമല്ല. ദക്ഷിണയും ചില്ലറ ചെലവുകളും ഒക്കെ ഉണ്ടല്ലേ? അതെ. വിനോദി ഇവ പറഞ്ഞതാ. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഹലാക്കിനോട് ചോദിക്കാം. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ കമ്പ്യൂട്ടറിനെ ഹലാക്ക് എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. സോറി. ഒരു വിവരമില്ല സാർ. ആർക്ക്? Thank you. Welcome. Hello, reception. What can I do for you? Okay, sir. I'll see to it. Thank you. 106 ഫ്ലഷ് ഔട്ട് വർക്ക് ചെയ്യുന്നില്ല. അവിടെ പോയി എന്താണെന്ന് നോക്കൂ. Yes. Can I help you, sir?
അനന്താ, ലത്തീഷ വരച്ചെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇവിടെ അറിയാലോ. അല്ല, ആളെവിടെ പോയി? ഇങ്ങനെ പോയാ എങ്ങനെയാ? എന്നാ എല്ലാവർക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. വിളിച്ചു ചോദിച്ചാ പറയും സ്റ്റോക്ക് ഇല്ലെന്ന്. எங்களுக்கு ஒரு குத்தி ஒரு மாசத்துக்கு வராது. ஸ்டவ் இருக்கு, அதனால பரவாயில்ல. അല്ല, മോനെ കണ്ടില്ലല്ലോ. അനന്താ, ഡേ അനന്താ, അനന്താ, ഡേ അനന്താ, എന്തമ്മാ? നീ കൊഞ്ചം വെളിയെ വാ. ഞാൻ ഉറങ്ങി. தூக்கத்துல எப்படிடா பேசுறது? அதுல இங்க கொஞ்சம் வேலை இருக்கு. என்னடா இவ்வளவு பெரிய வேலை? ஒரு நிமிஷம் வெளியே வந்துட்டு போ. என்னாச்சு உனக்கு? உடம்பு சரியில்ல. உடம்புக்கு என்னாச்சு? தலை வலிக்குதம்மா. தலைவலியா? வா, நான் விக்ஸ் போட்டு. வேணாம் வேணாம், ஒரு நிமிஷம் தாழேக்கு வா. எதுக்கம்மா நீ போ, நான் தூங்க போறேன். போ. பாடா, அப்புறமா சொல்றேன். எதுக்கு? 2 സിലിണ്ടർ ഉണ്ടെങ്കിലേ നമുക്ക് അവരുടെ ഔദാര്യൊന്നും വേണ്ട. നമ്മളും കാശ് തന്നെയാ കൊടുക്കുന്നത്. വൃത്തിയോട് കാണിച്ചാലേ ഈ മെസ്സിയനി മഹാ ചീത്തയാ. ഇങ്ങനെ വിടാൻ പറ്റില്ല. അവൻ വരട്ടെ, ഞാൻ ചോദിക്കും. ആന്റി പ്ലീസ്, എന്നോടൊന്നും തോന്നരുത്. ഒന്നും ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ല. എനിക്ക് മാപ്പ്. ജീസസ്, എന്തിനാ മാപ്പ് പറയുന്നത്? സത്യമായിട്ടും ആന്റി, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. അതിനിപ്പോ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, പറഞ്ഞില്ലെങ്കിൽ തന്നെ എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റാണെന്ന്. പോട്ടുമോനെ, ഞങ്ങൾ നിനക്ക് വേണ്ടി കുറച്ചു സമയം വെയിറ്റ് ചെയ്യുന്നു വിചാരിച്ച് ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല. യു ഡോണ്ട് വറി. ഐ ആം മിസ്സസ് ഫെർണാണ്ടോ മെസ്സി. ഇതെന്റെ മകള് ലത്തീഷ. ഹലോ, ഞാൻ മുമ്പ് എവിടെയോ കണ്ടതുപോലെ. അപ്പോ മോൻ പൊയ്ക്കോ, ഞങ്ങൾ ഇവിടെ അടുത്തല്ലേ, പിന്നെ കാണാം. ഞാൻ മുമ്പ് എവിടെയോ കണ്ടതുപോലെ. എന്താ കണ്ണു കാണുന്നില്ലേ? എവിടെയോ കണ്ടു മറന്ന പോലെ. അണ്ണാ, ഇത് ഞാനാ അണ്ണാ. മാഡം, മാഡം, ആരാത്? ഗുഡ് മോർണിംഗ്. ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? ഐ ആം ജാതകൃഷ്ണ. ജാതകൃഷ്ണ. എന്താ കാര്യം? ഞാൻ പ്രൊഫഷണൽ ക്യാൻവാസിംഗിന് ഇറങ്ങിയതാ. എന്ത് ക്യാൻവാസിംഗ്? എന്റെ പ്രൊഫഷൻ ജാതകം എഴുത്താണ്. കൈകൊണ്ടല്ല, വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ഹോറോസ്കോപ്പിംഗ്. എനിക്ക് ഇതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല, വിശ്വാസവും ഇല്ല. എന്നാ മാഡത്തിന് വിശ്വാസമുള്ള ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ, ഫൈൻ സ്കോച്ച് ബ്ലെൻഡ്. എനിക്ക് ഈ ജാതകത്തിൽ വലിയ ഇൻട്രസ്റ്റാ, പ്രത്യേകിച്ചും ഈ കമ്പ്യൂട്ടർ ഹോറോസ്കോപ്പ്. The sun, moon, planets and rainbow. Oh, wow. മാഡം, എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. This is original? ഒറിജിനൽ. ഇനി എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ. കുറച്ച് ഗോസിപ്പിംഗ് വേണം. அந்த பையன் உள்ள உட்காந்து சிகரெட் குடிக்கிறேன். அங்கே நீங்க போய் கொஞ்சம் ചോദിര്. നീ എന്തടീ പറയണേ? ഞാൻ ചോദിച്ചാൽ തരില്ല. മക്കളോട് സിഗരറ്റ് ചോദിക്കുന്നത് മോശല്ലേ? இந்த മനുഷ്യന്റെ കാര്യം. நீங்க போய் அவனை கொஞ்சம் ശാസിക്കേ. ശാസിക്കാനോ? എതുക്ക്?
ഈ വയസ്സുകാലത്ത് അവന്റെ നിന്ന് 2 വാങ്ങിച്ചു തന്നിട്ട് നീ അടങ്ങും. നീങ്കതാ അവനെ ചീത്തയാക്കരുത്. ഞാനായിട്ട് അവനെ ചീത്തയാക്കണം. നീ പിടിച്ചേ. ഇത്തരം വൃത്തികേട് കാണിക്കരുത്. വാട്ട് ഈസ് ദി പ്രോബ്ലം? മറ്റൊരാളുടെ സ്വകാര്യ മുറിയിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന ഒരുമാതിരി 3-ാം കട ചീപ്പ് പരിപാടിയാ. മനസ്സിലായോ? എനിക്ക് മനസ്സിലായി, നിന്റെ തള്ളക്ക് മനസ്സിലായിട്ടില്ല. സമാധാനായില്ലേ? ചെന്നത് പഠിക്കടാ. 11 മണി വരേക്കും ഉക്കാന്ന് പഠിക്കണം. ആ ചെന്ന് പഠിക്കടാ. പോതും പോയിരുന്നു വലിക്കും മോനെ, അല്ല പഠിക്കും മോനെ. ഏതാവത് ഡൗട്ട് ഇരുന്നാ എൻകിട്ട കേള്. ഇല്ലാനാ എൻകിട്ട കേള്. കാലങ്ങളിൽ അവൾ വസന്തം, കലകളിലെ അപ്പാ അപ്പാ എന്നടാ ഈ ജുഗുപ്സാവഹം എന്ന് വെച്ചാ എന്നാ? എന്തോ അർത്ഥം? ഡിക്ഷണറി പാരടാ. ഇങ്ങനെ കിടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. അപ്പാ ഈ പരിരംഭണോന്ന് വെച്ചാ എന്താ അർത്ഥം? നിന്റെ അമ്മ കിട്ട കേള്. കിടന്നുറങ്ങടാ. നിന്നോടല്ല, ഇനി നാളെ കാലത്ത് പഠിച്ചാ മതി. പഠിക്കുന്നു പറഞ്ഞിട്ട് പെണ്ണാച്ച കഥ. എല്ലാവരും പഠിക്കും. ഉറക്കോ? ഇത് ഞാനാ. എന്താ? ഒരു കോള് വരുന്നുണ്ട്. ബുക്കിംഗ്. പിന്നെ അല്ലാതെ തന്റെ ബോർഡിലോട്ടായിരുന്നു നോട്ടം. നല്ല റേറ്റ് വാങ്ങാവുന്ന പാർട്ടിയാണെന്ന് തോന്നുന്നു. നേരോ? പഠിച്ചവരെ നീ കാത്തു. ഞാൻ നമ്മുടെ പഴയ നമ്പറുമായിട്ട് വരെ വേഗം റെഡിയാവും. തന്റെ സുനാമണി ഇവിടെ ഫോൺ. വേഗം വേഗം വേഗം. ഓ വേഗം റെഡിയാവും. ഓക്കെ. അയ്യോ സോറി, ഡേറ്റ് എന്താണ് കാര്യം? സംശയം കേട്ടോ. 21-ാം തീയതി വരെ ഒഴിവാണ്ടേ? എന്ത് റേറ്റ് പ്രശ്നമില്ല എന്നുള്ളത് ശരി തന്നെ, പക്ഷെ ഡേറ്റ് ഒക്കെ വേണ്ടേ? ഒരു മിനിറ്റ് ഇരിക്കും. 21, 2, 3, 4 ഒക്കെ ബുക്കിംഗ് ദിവസങ്ങളാണ്. ഉത്സവ സീസൺ അല്ലേ? ഞാൻ എന്ത് ചെയ്യും? പിന്നെ 25-ന് ശേഷമാണ് ഈ നോർത്ത് ഇന്ത്യൻ ടൂറാ. അതുകൊണ്ട് ഇപ്രാവശ്യങ്ങള് വേറെ ആളെ ട്രൈ ചെയ്യും. അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. ഓക്കെ? ആരാണ്? എന്താണ്? സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എവിടുന്നാ? മുല്ലപ്പള്ളി വനയ്ക്കെന്ന്. ഓരത്തെ നാള് തിരുമേനയുടെ വകയായിട്ട് അമ്പലത്തിലേക്ക്. ഓഹോ, ആ ഭാഗത്തൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. സാറ് തന്നെ വരണം. പൈസ മുടക്കിയിട്ട് അവസാനം നാട്ടുകാരെ കുറ്റം പറയരുതല്ലോ. എന്നാ ഡേറ്റ്? 15-ാം തീയതിക്ക് 30-ന് ഇടയ്ക്ക് എന്നും ആകാം. അതിപ്പോ അതിനിടയ്ക്ക് എനിക്ക് ഒഴിവുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അയ്യോ അങ്ങനെ പറയരുത് സാറേ. തുമ്പിക്കയുടെ നീളവും കൊമ്പും വാലും തലയെടുപ്പും ഒക്കെ കേമം തന്നെ. എന്നാലും സാറ് വന്നൊന്ന് പരിശോധിച്ച് അസുഖമൊന്നുമില്ലെന്ന് പറഞ്ഞാ മതി. തുമ്പിക്കൈയും കൊമ്പും വാലും? നിങ്ങൾ എന്തിന്റെ കാര്യമാണ് ഇപ്പൊ പറയണത്? ഹൈ, കുട്ടിശങ്കരന്റെ. കുട്ടിശങ്കരനോ? അതാരാ? ആന തിരുവനിക്ക് നടയിരുത്താനാ പൂരത്തിനെ. സാർ സാർ താഴെ സാർ സാർ ഈ മാസം 15-ാം തീയതി മുതൽ അടുത്ത മാസം 31-ാം തീയതി വരെയുള്ള ഡേറ്റ്സ് ആർക്കും കൊടുക്കരുത്. അമേരിക്കൻ പ്രോഗ്രാം റെഡിയായി. ഷീലയെ നമുക്ക് അമേരിക്കൻ മലയാളികൾക്ക് കൊടുക്കാം. ഒരു പ്രയോജനമില്ല കൃഷ്ണ. അയ്യോ പ്രയോജനം ഉണ്ട് സാർ. ഒരു പ്രോഗ്രാമിന് 5000 രൂപ ഇന്ത്യൻ മണിയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. വെറുതെ ബുദ്ധിമുട്ടണ്ട കൃഷ്ണ, ഇത് കേസ് വേറെയാണ്. എന്ത് കേസായാലും ശരി സാർ എനിക്ക് ഡേറ്റ് തന്നേ പറ്റൂ. സാറിന്റെ കഥാപ്രസംഗം തന്നെ വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആഷ് ബുഷ് ക്നോപ്പ് സ്പോൺസേഴ്സിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാറിന്റെ കാല് പിടിക്കാം. ബുദ്ധിമുട്ടണ്ട. ആസ്ബു സ്പോൺസറോട് പറഞ്ഞേക്ക് ഇത് നടയിരുത്ത് കേസാണെന്ന്. അപ്പൊ ഇത് മൃഗാശുപത്രി അല്ലേ? മൃഗാശുപത്രിയോ? ഒന്ന് പോടാ. ഇറങ്ങി പോടുന്നത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാം. പോകുമല്ലോ മുമ്പിൽ. സ്മോൾ അടിക്കാനുള്ള വഴിയുണ്ടോ? തന്റെ തബലയെടുത്ത് പണയം വെക്കാം. ചങ്കക്കൊള്ള നടത്താനും പോയത് കൃഷ്ണ. നമ്മുടെ ആയുർവേദത്തിന് ഒന്ന് എങ്ങനെ? സ്വാമി ചെറുപ്പമല്ലേ, പ്രേമത്തിന്റെ ഇക്കിളി കൊള്ളുന്ന പ്രായമല്ലേ, ഒരു ലൈൻ പിടിപ്പിച്ചാലോ? അതായില്ല. കൃഷ്ണൻ ഇരിക്കി ഇരിക്കി. രോമൻ രോമം. എന്താ സുഖം? സാറ് പൂരമാണോ? ചിങ്ങത്തിലെ പൂരം? അതെ.
കമ്പ്യൂട്ടറിന് ഒന്നും തെറ്റാറില്ല, ഇതുവരെ ഒന്നും തെറ്റിയിട്ടുമില്ല. ഞാനൊരു കാര്യം പറഞ്ഞ സ്വാമി ഞെട്ടുവോ? നിങ്ങളൊരു പെൺകുട്ടി മോഹിക്കുന്നുണ്ട്. അയ്യേ, ആര് ആരെ എന്നൊന്നും കമ്പ്യൂട്ടറിന് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ ഒരു ഇരുചക്ര വാഹനവുമായി ബന്ധമുള്ളതാണ് ആ പെൺകുട്ടി എന്ന് കമ്പ്യൂട്ടറിന് പറയാൻ കഴിയും. ചുമ്മാ എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടി അറിയത്തില്ല. അറിയില്ലായിരിക്കാം, പക്ഷെ അറിയണം. കാരണം ആ പെൺകുട്ടി നിങ്ങളെ മോഹിക്കുന്നു. വെറുതെ അല്ല കൃഷ്ണൻ ആൾക്കാർ പൊതിയുന്നത്. കമ്പ്യൂട്ടറിൽ അവിടെ വഴി ഞെക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഉത്തരം കൃത്യ. ഇപ്പൊ ബോധ്യമായോ? ഓ വീണു. മിസ്റ്റർ അനന്തൻ, കാണാൻ കൊതിക്കുന്ന അനന്തനോട് പാതിയടഞ്ഞ വാതിൽപ്പാളികളിൽ മുഖമോർത്തിക്കൊണ്ട് അവൾ ചോദിക്കുകയാണ്, പടിവാതിൽ പാതി ചാരിക്കടന്നു പോകും, കരൽ പാതി ചാരിക്കടന്നു പോകും. രോമാഞ്ചൻ രോമാഞ്ചൻ. നിങ്ങൾ ഈ പറയുന്നതൊക്കെ നേരാണോ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് സ്വാമിക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ? വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പ്ലീസ്. പ്രേമത്തിന്റെ പച്ചപ്പുൽമേട്ടിലേക്ക് പിച്ച വെച്ച് നടക്കാൻ വെമ്പുന്ന ഒരു പെൺകുട്ടിയുടെ വിതുമ്പുന്ന വികാരം നളദമയന്തി കഥയിലെ ഹംസയുടെ ദൂത് പോലെ. ഹംസയല്ല, ഹംസം. അതെ, അതുപോലെ. ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിരാകരിക്കാം, സ്വീകരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. പ്രമേയം പ്രേമമാണ്. ഒരു മിനിറ്റ്. ലൈം ജ്യൂസ് കഴിക്കല്ലേ? 2 ലൈം ജ്യൂസ്. സോറി, ഞാൻ സപ്ലയർ അല്ല. എസ് ഐ താമരാക്ഷിയുടെ. ചേച്ചിക്ക് എന്നെ അറിയാം. ഐ ആം ജാതക് കൃഷ്ണൻ. ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ ഒരു അൾട്രാ മോഡേൺ ഹോറോസ്കോപ്പ് ക്ലിനിക് തുടങ്ങിയിട്ടുണ്ട്, ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്. അച്ഛനെ പോലെ ഓലലെടുത്തൊക്കെ നിർത്തിയോ? അത് ഓൾഡ് സ്റ്റൈൽ, ഇപ്പൊ ന്യൂ സ്റ്റൈൽ. കുട്ടിക്ക് ജാതക പൊരുത്തം വല്ലതും നോക്കണമെങ്കിൽ എസ് ഐ അദ്ദേഹം എന്നെ ഏൽപ്പിക്കൂന്ന് എനിക്കറിയാം. കുട്ടിക്കും പൊരുത്തം നോക്കാം. വേണ്ട, താങ്ക്സ്. എന്താ? ഞാൻ കന്യാസ്ത്രീയാൻ പോവാ. കൊഴിഞ്ഞു വീണ ആ പ്രേമപുഷ്പത്തെ കണ്ടില്ലേ? എവിടെ? അതാ, അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കൂ. ഒരു ജാതകന്റെ പഴയ പ്രണയകഥയിലെ നായികയാണ് അവൾ, ലൈല മജ്നു പോലെ. ആണോ? എന്നാ ഞാൻ വരട്ടെ. എത്ര ജാതകം കണ്ട കണ്ണാണതെന്ന് സ്വാമിക്ക് അറിയാമോ? എന്താ കൃഷ്ണ, പഴയ പ്രേമബന്ധം പുതുക്കിയോ? താൻ എന്താ ഈ പറയുന്നേ? പോട്ടെ കൃഷ്ണ, സ്വാമിയോടൊന്നും ഇനി ഒളിച്ചേക്കേണ്ട കാര്യമില്ല. ഇപ്പൊ സ്വാമി നമ്മളെ സ്വന്താളാ. സ്വാമിക്ക് വേണ്ടി നമ്മൾ മരിക്കും. കൃഷ്ണൻ ആ പെൺകുട്ടിയായിട്ട് പ്രേമമായിരുന്നു? അതൊരു പഴയ കഥ. എങ്ങനെ പ്രേമമായേ? ഒക്കെ തുറന്ന് പറഞ്ഞു കൊടുത്താണ് കൃഷ്ണ, അല്ലെങ്കിൽ ഞാൻ കേറി പറഞ്ഞ ആകെ വൃത്തികേടാക്കും. അതെ, ഞങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നു. യാന്ത്രികമായ പ്രേമം, ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് റൊമാൻസ്. എന്നിട്ട് പിന്നെ വിശദീകരിക്കാൻ പറ്റൂല സ്വാമി. സ്വാമി, ഞാൻ ഉള്ളത് ചോദിക്കുക. സ്വാമിയുടെ വാസസ്ഥലത്തിനടുത്തെങ്ങാനും ഇരുചക്രത്തിൽ നടക്കുന്ന സുന്ദരികൾ വല്ലവരും ഉണ്ടോ? ഇല്ല. ഇല്ലേ? കൊച്ചി കള്ള. അങ്ങനെ ഒരു പെണ്ണ് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. കമ്പ്യൂട്ടറിന് ഒരിക്കലും തെറ്റുപറ്റില്ല. സത്യമായിട്ട് ഞാൻ ഇതുവരെ ആരും പ്രേമിച്ചിട്ടില്ല. പാവം. പ്രേമിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. സ്വാമി നല്ല സ്റ്റൈലായിട്ട് റൊമാൻറ്റിക് ആയിട്ട് ഒരു പ്രേമലേഖനം എഴുതിക്കൊണ്ടുപോവാ. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടി വന്നാൽ ഞാൻ ഏറ്റു. താണൂർ താഹ. ആഹാ.